ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അസുരഗണത്തിൽപ്പെട്ട ഈ 3 നാളിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒന്നാണെന്നുണ്ടെങ്കിൽ ആയില്യം, രണ്ടാമത്തെ മകം, മൂന്നാമത്തെ മൂലം. ഇതിനകത്തിൽപ്പെട്ട ഈ 3 നാളിൽപ്പെട്ട സ്ത്രീകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിനകത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയുന്നത് ആയില്യ നാളിനെ കുറിച്ച്. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ചവരാണ് ഈ സ്ത്രീകളെ. എപ്പോഴും ഭർത്താവിൻ്റെ കുടുംബങ്ങളിൽ നിന്ന് അവഗണനകൾ മാത്രമേ ഈ സ്ത്രീകൾക്ക് കിട്ടിയിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ആയില്യം നാളുകാർക്ക്. അതുപോലെ തന്നെ അവർക്കൊരു അംഗീകാരവും ഭർത്താവിൻ്റെ കുടുംബങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള സ്ത്രീകളല്ല ഇവരെ. ഒരുപാട് അത് പറഞ്ഞ് കഷ്ടതയിൽ കൂടെ ഒക്കെ അവർ കഴിഞ്ഞു പോകുന്നവരായിരിക്കും. അതുപോലെ തന്നെ അവരുടെ കുടുംബജീവിതം അത്ര സുഖകരവുമായിരിക്കത്തില്ല. ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്ന വ്യക്തികളാണ് ഈ സ്ത്രീകൾ. അതുപോലെ തന്നെ ഈ നാളിലുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കുന്ന ഭർത്താക്കന്മാർ ഭാഗ്യവാന്മാരാണ്. കാര്യം ഒരു കുടുംബം മുന്നോട്ട് നയിക്കാനുള്ള പ്രാപ്തിയും തൻ്റെടവും ഈ വ്യക്തികൾക്കുണ്ട്. ഏത് കാര്യവും അവർ നല്ലതാക്കി അത് നോക്കിക്കണ്ട് മുന്നോട്ട് പോകാനുള്ള കഴിവ് ഈ സ്ത്രീകൾക്ക് ഉണ്ട്. ഏത് ജീവിത രീതിയിലും ജീവിച്ചു പോകാൻ കഴിവുള്ള വ്യക്തികളാണ് ഈ കൂട്ടര്. അത് കഷ്ടപ്പാടാണേലും ദുരിതമാണേലും അതിനെല്ലാം തരണം ചെയ്ത് അവർ മുന്നോട്ട് ജീവിച്ചു പോകാൻ കഴിവുള്ള വ്യക്തികളാണ് ഈ നാളിലുള്ള സ്ത്രീകൾ. നല്ല കുടുംബിനികളായിരിക്കും ഇവർ. അതുപോലെ നല്ല കുടുംബത്തെ നയിച്ചു കൊണ്ടുപോകാനുള്ള കഴിവുള്ളവരായിരിക്കും ഇവർ. നല്ല കാര്യപ്രാപ്തി ഉള്ളവരായിരിക്കും ഇവർ. അവരുടെ കുടുംബം കഴിഞ്ഞുള്ളൂ ഏത് കാര്യങ്ങളും. ഭർത്താവ് കുടുംബം എന്നുള്ള ആ ഒരു ചിന്തകൾ മാത്രമുള്ള വ്യക്തികളായിരിക്കും. ഏത് ദുരിതമാണെന്ന് പറഞ്ഞാലും അവരുടെ ഭർത്താവെന്ന് പറയുന്നത് ഭയങ്കര കാര്യമായിരിക്കും. എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ ആയില്യം നാളെ ഇങ്ങനെയുള്ള ഈ 2-3 നാൾ ഭയങ്കര കാര്യമായിരിക്കും അവർ ഭർത്താവ് എന്നുള്ളത്. കുടുംബം വിട്ടൊരു കളിയും അവർക്കില്ല. അത്രമാത്രം കുടുംബത്തെ സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കും. പ്രത്യേകിച്ച് പറഞ്ഞാൽ ആയില്യം നാളിൽപ്പെട്ട ആൾക്കാർ. കുടുംബഭാരം മൊത്തം തലയിലേറ്റ് നടക്കുന്ന വ്യക്തികളായിരിക്കും ഇവർ. അതുപോലെ തന്നെ ഒരുപാട് പഴിദോഷവും പരിഭവവും എല്ലാം കേൾക്കേണ്ടി വരുന്ന നാളുകാരാണ് ഈ കൂട്ടര്. ഇവർ കുടുംബജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥതയെന്ന് പറയുന്നത് ഇവർക്ക് കിട്ടാറില്ല. അതുപോലെ സങ്കടങ്ങൾ മാത്രമേ അവർക്കെന്നും കിട്ടാറുള്ളൂ. എന്തും ഇവരുടെ തലയിൽ വന്ന് ഭവിക്കുക തന്നെയും. അവരെന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അവർക്കതിൻ്റെ ഒരു ഇതും കിട്ടാറില്ല അവർക്ക്. എപ്പോഴും അവരുടെ മക്കളെക്കുറിച്ച് ഉള്ള ആദി പിടിച്ച് നടക്കുന്ന വ്യക്തികളായിരിക്കും ഇവരെ ഈ നാളിൽപ്പെട്ടവരെ. അവർക്ക് എപ്പോഴും സങ്കടം കാണും. അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും ഭർത്താവിൻ്റെ കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ച് ആദി പിടിച്ച് നടക്കും. അവരുടെ കാര്യങ്ങൾ പോലും അവരെ മാറ്റി വെച്ചായിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏത് കാര്യവും അവരെ ഏൽപ്പിച്ചാലും നല്ല കൃത്യനിഷ്ഠയായിട്ട് അവർക്കത് ചെയ്തു തീർക്കാനുള്ള കഴിവുണ്ട്. ഏതൊരു സ്ഥാനത്തിരുത്തിയാലും അത് നല്ല കൃത്യമായിട്ട് അവർ ചെയ്തു പോകാനുള്ള അത്രയ്ക്ക് കഴിവുള്ള നാളുകളാണ് പ്രത്യേകിച്ച് ആയില്യം നാളുകാർ. അത്ര നല്ല കഴിവുള്ള വ്യക്തികളാണ്. പക്ഷേ അവരുടെ കുടുംബത്തിൽ അലോത്സവമൊക്കെ ഉണ്ടെങ്കിലും അത് ഒരു സമയം വരെ അതൊക്കെ ഉള്ളൂ. അവരുടെ ജീവിതം പിന്നീട് നല്ല മെച്ചപ്പെട്ടു പോകുന്നതായിട്ട് കാണാം. നല്ല ഉയർച്ചയിൽ എത്തുന്നതും കാണാം. ഇതിനകത്തിൽ 100-ൽ 80% ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആരുടെ മുന്നിലും താഴ്ന്നു കൊടുക്കുന്ന ഒരു സ്വഭാവമുള്ള നാളുകാരല്ല ഇവർ കേട്ടോ. അതുപോലെ തന്നെ നല്ല കൃത്യനിഷ്ഠയുള്ള ആൾക്കാരാണ്. വീടുകളിലും അതുപോലെ കൃത്യനിഷ്ഠ എല്ലാവരും പാലിക്കണമെന്നുള്ള നിർബന്ധം പിടിക്കുന്ന ആൾക്കാരുമാണ് ഇവർ. എത്ര സത്യസന്ധരായിട്ട് പെരുമാറിയാലും ഇവർക്ക് അവഗണന മാത്രമേ ഇവർക്ക് തിരിച്ചു ഫലം കിട്ടാറുള്ളൂ. അതൊന്നും അവർ കാര്യമാക്കാറില്ല. ഈശ്വരൻ അവർക്ക് എന്നും അവരുടെ കൂട്ടത്തിലുണ്ട്. ഭയങ്കര ഈശ്വരാധീനമുള്ള നാളുകാരാണ് ഇതിൽപ്പെട്ട ഞാൻ ഈ പറഞ്ഞ നാളുകാർ. ദൈവം അവർക്ക് എന്നും തുണയായിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും അവർക്ക് തുണയായി ഈശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ട്. എത്ര താഴ്ന്ന ജീവിതം അവർക്ക് കിട്ടിയാലും അതിൽ നിന്ന് അവർ കരകയറി നല്ല ഉയർച്ചയിൽ എത്താൻ കഴിവുള്ള നാളുകാരാണ് ഇവർ അങ്ങനൊന്നും ആർക്കും വിട്ടുവീഴ്ചയൊന്നും ചെയ്യത്തൊന്നുമില്ല. അവർ ഒരു കാര്യം നിശ്ചയിച്ചാൽ അതിൽ തന്നെ അത് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യും. അത് വിജയിച്ചത് മാത്രമേ അവർ തിരിച്ചു വരത്തുള്ളൂ. അതാ പറയാൻ ഒരു താഴ്ന്ന ജീവിതമാണെന്ന് പറഞ്ഞാലും അതിനെ എങ്ങനെയും അവർ കരപിടിപ്പിക്കാൻ നോക്കാൻ നല്ല കഴിവുള്ള വ്യക്തികളാണ് ഇവർ. സാമ്പത്തികപരമായ പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ അവർക്ക് മാനസികമായ പ്രശ്നങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നത്. അതുകൊണ്ട് അവർ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ നാളിൽ ജനിക്കുന്ന ഭാര്യമാരെ കിട്ടുന്ന ഭർത്താക്കന്മാർ ഞാൻ പറഞ്ഞല്ലോ
നല്ല ഭാഗ്യവാന്മാരാണ്. കാര്യം നല്ല കുടുംബിനികളവർ, നല്ല കുടുംബം നോക്കി നന്നായിട്ട് അവരുടെ പിന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തികൾ, എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും കാര്യപ്രാപ്തിയുള്ള വ്യക്തികളവർ. പിന്നെ ചില പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിലും അതെല്ലാം തരണം ചെയ്ത് പോകും. പിന്നെ ഈ നാളിൽപ്പെട്ട ആൾക്കാർ നിങ്ങളുടെ അറിവിലോ നിങ്ങളുടെ കുടുംബത്തിലോ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് യോജിക്കുന്നുണ്ടോ നിങ്ങൾ നോക്കണം. പിന്നെ സത്യമാണെങ്കിൽ സത്യം എന്ന് പറയണം. ഞാൻ എന്തെങ്കിലും ഇതിനകത്ത് തെറ്റുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരി, ഇത് ഞാൻ പറയുന്നത് തെറ്റാണെന്ന് പറയണം. പിന്നെ എന്നിലുള്ള ചെറിയ അറിവ് വെച്ചാൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചേക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക്